വ്യത്യസ്തമായ ശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടിയാണ് കാവ്യ മാധവൻ. ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യ മാധവൻ ഇനിയും ഒരുപാട് സിനിമകളിൽ പ്രവർത്തിച്ചു കാണണമെന്നാണ് മലയാളികളുടെ ആഗ്രഹം. ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാവ്യ മാധവൻ പിന്നീട് സഹനടിയാവുകയും ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലൂടെ നായികയായി ശോഭിക്കുകയുമായിരുന്നു. ബാലതാരമായാണ് കാവ്യ അഭിനയത്തിൽ തുടക്കം കുറിക്കുന്നത്. പൂക്കാലം വരവായി ആയിരുന്നു ആദ്യ സിനിമ. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലാണ് കാവ്യ നായികയായി തുടക്കം കുറിക്കുന്നത്. ദിലീപ് ആയിരുന്നു ഈ ചിത്രത്തിലെ നായകൻ. കരിയറിൽ കാവ്യ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ ജോഡി ദിലീപ് ആയിരുന്നു. എന്നാൽ ദിലീപുമായുള്ള വിവാഹശേഷം കാവ്യ അഭിനയത്തിൽ നല്ല വിട്ടു നിൽക്കുകയാണ്. ബിസിനസ്സിലാണ് ഇപ്പോൾ പൂർണ്ണ ശ്രദ്ധ. വിവാഹത്തോടെ അഭിനയം നിർത്തിയെങ്കിലും സിനിമയിൽ തുടരുക, നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക എന്ന ആഗ്രഹം കാവ്യയുടെ മനസ്സിലുണ്ട്. പഴയ ചില അഭിമുഖങ്ങളിൽ കാവ്യ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നടിയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. ഒരു കാലത്ത് യുവാക്കൾക്കേറെ ഇഷ്ടമുള്ള നായിക എന്ന നിലയിൽ കാവ്യ മാധവൻ ഉണ്ടാക്കിയെടുത്ത ആരാധക വൃന്ദം അത്രയേറെ അധികമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ സിനിമയിലെത്തിയ കാവ്യ മാധവൻ പടിപടിയായി കയറുകയായിരുന്നു കരിയറിൽ. സൂപ്പർ നായിക എന്ന ലേബൽ വരെ എത്തുകയും ചെയ്തു. 2016 നവംബർ 25-നായിരുന്നു ദിലീപ് കാവ്യ വിവാഹം. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നായികമാരുടെ പട്ടിക എടുത്താൽ അതിന്റെ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിക്കുന്ന വ്യക്തിയായിരിക്കും കാവ്യ മാധവൻ. വിവാഹശേഷവും കരിയറിന് പ്രാധാന്യം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ നല്ല സിനിമകളും കഥാപാത്രങ്ങളും കാവ്യയുടെ സിനിമാ ജീവിതത്തിൽ ഉണ്ടായേനെ. വിവാഹത്തോടെ സിനിമ നിർത്തിയെങ്കിലും സിനിമയിൽ തുടരുക, നല്ല കഥാപാത്രങ്ങളെ ചെയ്യുക എന്ന ആഗ്രഹം കാവ്യയുടെ മനസ്സിലുണ്ട്. പഴയ ചില അഭിമുഖങ്ങളിൽ കാവ്യ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ തൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് മുൻപൊരു അഭിമുഖത്തിൽ നടി പങ്കുവച്ച കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സീൻ എന്താണെന്നോ കഥ എന്താണെന്നോ അറിയാതെയാണ് പലപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ പോയി നിന്നിട്ടുള്ളതെന്നും നടി പറയുന്നു. ജനിച്ചപ്പോഴേ സിനിമയിലേക്ക് വന്നുവെന്നാണ് എന്നെക്കുറിച്ച് എല്ലാവരും പറയാറ്. അതിനാലാകും കാവ്യയുടെ ജീവിതം എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നത്. ചെറിയ പ്രായം മുതൽ അവർ എന്നെ കാണുന്നതാണല്ലോ. എൻ്റെ പ്രായത്തിൻ്റെ വളർച്ചയും സിനിമയിലുണ്ടായ വളർച്ചയും പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. അവരുടെ കൺമുന്നിലാണ് വളർന്നത്. 5 വയസ്സിലാണ് സിനിമയിലേക്ക് വന്നത്. ഞാൻ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചത് അച്ഛനായിരുന്നു. മാളൂട്ടി പോലുള്ള സിനിമ കണ്ടാണ് അച്ഛന് ആഗ്രഹം വന്നത്. പക്ഷേ സിനിമയിലേക്ക് എത്തിപ്പെടാൻ നീലേശ്വരം പോലൊരു ഗ്രാമത്തിൽ കഴിയുന്ന ഞങ്ങൾക്ക് സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു പത്രപരസ്യം കണ്ടാണ് അഭിനയിക്കാൻ ചെന്നതും അവസരം കിട്ടിയത്. സിനിമ ഒരിക്കലും എൻ്റെ പാഷൻ ആയിരുന്നില്ല. പൂക്കാലം വരവായിയിലൂടെയാണ് അഭിനയിച്ചു തുടങ്ങിയതെങ്കിലും ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അഴകിയ രാവണൻ്റെ റിലീസിന് ശേഷമാണ്. അതോടെ ഞാൻ നീലേശ്വരത്തെ സൂപ്പർ സ്റ്റാറായി. ആ സമയത്ത് വിവാഹങ്ങളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ എനിക്ക് വേണ്ടി മാത്രം പ്രത്യേകം ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടാകുമായിരുന്നു. കാസർഗോഡ് ജില്ല മുഴുവനും കണ്ണൂരിൻ്റെ പകുതി വരെയും ആ സമയത്ത് ഞാൻ സിനിമാ താരമായി അറിയപ്പെട്ടു. വെണ്ണില ചന്ദനക്കിണ്ണ എന്ന പാട്ടാണ് എന്നെ ഫേമസ് ആക്കിയത്. അഴകിയ രാവണൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് മമ്മൂക്കിയെ കണ്ടിട്ടില്ല. പക്ഷേ നാട്ടിലെല്ലാവരോടും പറഞ്ഞത് മമ്മൂക്കിയെ കണ്ടു, അദ്ദേഹം പേര് ചോദിച്ചു, അടുത്ത് വന്ന് സംസാരിച്ചു എന്നൊക്കെ നുണ പറഞ്ഞു. രാക്ഷസ രാജാവിൻ്റെ സമയത്താണ് ആദ്യമായി കാണുന്നത്. ദിലീപിൻ്റെ നായികയായിട്ടാണ് വന്നതെന്നൊന്നും ആരോടും പറയണ്ട, മമ്മൂക്കിയുടെ നായികയായിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ അഭിനയിക്കുന്നത്. ലാൽജോ സാർ എന്നെ എങ്ങനെ നായികയായി സെലക്ട് ചെയ്തുവെന്ന് ഇപ്പോഴും അത്ഭുതമാണ്. ശാലിനി ചേച്ചി ചെയ്യേണ്ട റോളായിരുന്നു. മാഗസീനിലും വന്നിരുന്നു. പക്ഷെ ചേച്ചിക്ക് ചെയ്യാൻ കഴിയാതെ വന്നതോടെയാണ് പുതിയ നായികയെ അവർ തേടി തുടങ്ങിയത്. ദിലീപ് ഏട്ടനും എന്നെ അറിയാം, ലാലു ചേട്ടനും എന്നെ അറിയാം. പക്ഷെ ഞാൻ നായികയാകുന്നതിനോട് നിർമ്മാതാക്കൾക്ക് താല്പര്യമില്ലായിരുന്നു. സംവിധായകൻ്റെ 2ാമത്തെ സിനിമയാണ്. ദിലീപ് ഏട്ടന് സിനിമകൾ ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനാലാണ് നായികയും പുതിയ ആളായാൽ ശരിയാവില്ലെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞത്. ദിലീപ് ഏട്ടൻ്റെയും ലാലു ചേട്ടൻ്റെയും ഒറ്റ നിർബന്ധ പ്രകാരമാണ് ഞാൻ അഭിനയിക്കുന്നത്. ഞാൻ നായികയായി എത്തുന്നതിനോട് അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ലാലു ചേട്ടൻ നിർബന്ധിച്ചപ്പോൾ അമ്മയ്ക്ക് എതിർക്കാൻ പറ്റിയില്ല. നായകനും നായികയ്ക്ക് ഒരേപോലെ പ്രാധാന്യമുള്ള സിനിമകൾ അധികം കിട്ടിയില്ല എന്നതിൽ വിഷമമുണ്ട്. പക്ഷെ ആരോട് പരാതി പറയാനാണ്? പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ തലവിധിയാണ്. മനഃപൂർവ്വം എനിക്ക് തരാത്തതാണെന്നൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ ഒന്നുകിൽ ആർക്കെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചെയ്യും. എന്നെ ചിലപ്പോൾ അവർ ഓർക്കുകയില്ല. സീൻ എന്താണെന്നോ കഥ എന്താണെന്നോ അറിയാതെയാണ് പലപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ടുള്ളത്. അവർ കരയാൻ പറഞ്ഞാൽ കരയും, ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കുമെന്നാണ് കാവ്യ മാധവൻ പറഞ്ഞത്. നടിയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. ഒരു കാലത്ത് യുവാക്കൾക്കേറെ ഇഷ്ടമുള്ള നായിക എന്ന നിലയിൽ കാവ്യ മാധവൻ ഉണ്ടാക്കിയെടുത്ത ആരാധക വൃന്ദം അത്രയേറെ അധികമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ സിനിമയിലെത്തിയ കാവ്യ മാധവൻ പടിപടിയായി കയറുകയായിരുന്നു കരിയറിൽ. സൂപ്പർ നായിക എന്ന ലേബൽ വരെ എത്തി. അവിടെ നിന്ന് പക്ഷേ സംസ്ഥാന അവാർഡ് നേടിയ നിലയിലേക്ക് കാവ്യ വളർന്നു. അഭിനേത്രി എന്ന നിലയിലും നർത്തകി എന്ന നിലയിലും കാവ്യയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. നടൻ ദിലീപുമായുള്ള 2ാം വിവാഹത്തിന് ശേഷമായിരുന്നു കാവ്യ പൂർണ്ണമായി സിനിമയിൽ നിന്ന് മാറി നിൽക്കാനായി തീരുമാനിച്ചതെന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ദിലീപിന് അതിൽ യാതൊരു പങ്കുമില്ലെന്നാണ് കാവ്യ പലവട്ടം പറഞ്ഞിട്ടുള്ളത്. വിവാഹശേഷമുള്ള അഭിനയത്തിലെ ഇടവേള പൂർണ്ണമായും തൻ്റെ തീരുമാനവും താല്പര്യവും ആണെന്ന് കാവ്യ ആണയിടുമ്പോഴും ചില ആരാധകർ അത് വിശ്വസിക്കാൻ തയ്യാറല്ല. അടുത്തിടെ കാവ്യ മാധവൻ്റെ ഫാൻ പേജിലെ ഫോട്ടോയ്ക്ക് താഴെ വന്ന കമൻറ്റുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാവ്യ 10 വർഷമായി അഭിനയം നിർത്തിയിട്ടെന്നാണ് ഇതിൽ പറയുന്നത്. പലരും ഇത്ര വലിയൊരു ഇടവേള കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു
വിശ്വസിക്കാൻ പോലും കൂട്ടാക്കുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം. അതിൻ്റെ കാരണമായി അവർ പറയുന്നത് പഴയ സിനിമകളിലെ കാവ്യമാധവന്റെ ജീവസുറ്റ പ്രകടനങ്ങളാണ്. നിശാൽ ചന്ദ്രയെ വിവാഹം ചെയ്ത കാവ്യ പിന്നീട് കാര്യമായി സിനിമകളിൽ പ്രവർത്തിച്ചിരുന്നില്ല. ഇടയ്ക്ക് പാപ്പി അപ്പച്ച എന്ന ദിലീപ് ചിത്രത്തിൽ നായികയെ തിരിച്ചുവരവ് നടത്തുകയായിരുന്നു. എന്നാൽ അധികം വൈകാതെ ഈ വിവാഹബന്ധം വേർപിരിഞ്ഞു. അതിനിടയിൽ 5 വർഷത്തോളം കാവ്യമാധവൻ സിനിമകളിൽ വീണ്ടും നിറഞ്ഞു നിന്നിരുന്നു. ഒടുവിൽ ദിലീപുമായി വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വിവാഹം അതിനുശേഷം കാവ്യമാധവൻ പിന്നീട് വെള്ളിത്തിരയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടില്ല. അതായത് ദിലീപ്, കാവ്യ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ പിന്നെയും എന്ന ചിത്രമായിരുന്നു കാവ്യയുടെ അവസാനം അവർ ജോഡിയായ സിനിമ. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.